മുട്ടൻ്റെ അടിയിൽ സീറ ഉതിരുന്നുണ്ട്, പുതിനാൻ്റെ തണ്ട് ചെത്തിയത്, ചക്കക്കുരുവിൻ്റെ ഉള്ളിൽ ഉറുമ്പിൻ്റെ കൂട് തളക്കുന്നുണ്ട്. ആളോ ചിക്കണ ഹീറോ ഇപ്പൊ എവിടെയാണുള്ളത്? നിങ്ങൾ എത്ര ഹീറോ ഒന്നല്ലപ്പാ, നിങ്ങളല്ല ചക്കക്കുരുവിന്റെ ഉള്ളിൽ മുട്ടക്കുരു എന്താ പറഞ്ഞ? ചക്കക്കുരുവിന്റെ ഉള്ളിൽ ഉറുമ്പിന്റെ കൂട്, മുട്ടന്റെ ഉള്ളിൽ സീറ. മുട്ടൻ എടുത്ത് കിട്ടൂ. അത് ഏടുന്ന് കിട്ടുമെന്ന് വെച്ചാൽ എന്തിപ്പോ മാംഗ്ലൂരിലേക്ക് പോണം. ഇപ്പൊ അതല്ല ബാണ്ടെന്തോ നല്ല ഇടിയപ്പം പാലും പാലും അത് എടുത്ത് കിട്ടൂ. ഇടിയപ്പം പാലും ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടം. പിന്നെ ഉള്ളി പച്ച മുട്ടപ്പോ അതാണ് നിങ്ങളെ ഫേവറേറ്റ്. അപ്പൊ ബ്രദർ, ഇപ്പൊ ഉള്ളി ബജല്ല അണ്ണയില് ഉണ്ടാക്കുന്ന സാധനം അല്ലേ? എണ്ണ മാത്രം പോരാ, ഉള്ളി വേണോ? ഇനി ഉള്ളി കടലപ്പൊടി വേണോ? പിന്നെ വേറെ എന്ത് വേണോ? വേറെ ഉപ്പ് വേണോ? ഉപ്പ് വേണോ? അപ്പൊ ഈ എണ്ണക്കടി ആരോഗ്യത്തിന് ഹാനികരമല്ലേ ബ്രദറെ? എണ്ണക്കടി അത്ര ഹാനികരമല്ല, അതിനാട്ടി ഹാനികരം വേറെ എന്തെല്ലാം ഉണ്ട് ഇവിടെ. എന്തല്ല അതിന്റെ ഒരു പേര് പറയും? കല്ല് പുല്ല് മണ്ണ് പുണ്ണാക്ക് എന്തെല്ലാം ഉണ്ട്. ഓക്കെ ബ്രദർ. അപ്പൊ ബ്രദർ ഏത് കോളേജിലാണ് വിദ്യാഭ്യാസം നേടിയത്? ഞാൻ കോളേജ് പോയിട്ടാ +1 +2 MIC ചട്ടഞ്ചാലില്. അപ്പൊ ബ്രദർ എന്താണ് ബിസിനസ് ചെയ്യുന്നത്? ഞാൻ ബിസിനസ് അല്ല, ഞാൻ പണി ദുബൈയില്. എന്ത് പണിയാണ്? ഞാൻ ഡ്രൈവർ പണി. ദുബൈ എവിടെയാണ് സ്ഥലം? ദുബൈയിൽ മറ്റാടെ കൽബെട്ട് താഴെ. ഏതൊന്ന് ഉച്ചത്തിൽ പറയാമോ? ആടെ നമ്മുടെ പാത കൽബെട്ടില്ലേ, അതിന്റെ താഴെ കൊറേ അപ്പുറം പോകണ്ട. അപ്പൊ ബ്രദറിന് എത്ര മണിക്കൂറാണ് ഈ ഡ്യൂട്ടി? മണിക്കൂർ കണക്കൊന്നുമില്ല, നമ്മളെ ഫയർഫോഴ്സ് ആണ്, ഏത് ടൈം വിളിച്ചങ്ങ് പോകും അല്ലെ? അങ്ങനത്തെ പണിയാ നമ്മളെ. അപ്പൊ ബ്രദറിന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്താണ് ബ്രദർ? ആരോഗ്യത്തിന് പ്രത്യേകിച്ച് രഹസ്യമൊന്നുമില്ല. ഇല്ല. അപ്പൊ ബ്രദർ കഞ്ഞിയും ചട്നിയും നമ്മളെ സാധാ മലയാളികളുടെ നാടൻ ഭക്ഷണം കഴിക്കാറുണ്ട്? അതിന്റെ ഒക്കെ 2 കഷ്ടം മീനുണ്ട്. മത്തി ഭയങ്കര വിറ്റാമിനാ. മത്തി വിറ്റാമിൻ തന്നെയല്ല, കാൽസ്യം അല്ലേ. അപ്പൊ ബ്രദർ ദുബൈയിലായിട്ട് ഇംഗ്ലീഷ് ഫുഡ് കഴിക്കലില്ലേ? ഇംഗ്ലീഷ് ഫുഡ് അല്ല, അറബി ഫുഡ് കഴിക്കല്. അറബി ഫുഡ് കഴിക്കലുണ്ടാ? അറബി ഫുഡിന്റെ ഒന്ന് പേര് പറയാമോ? അറബി ഫുഡിന്റെ പേര് പ്രത്യേകിച്ച് മന്തി തന്നെ. അപ്പൊ ബ്രദറെ, ഈ മന്തിയില് ചിക്കനില് എല്ലാരും പറയുന്നു ഇഞ്ചക്ഷൻ വെക്കുന്നു. അപ്പൊ അത് നമ്മളെ മനുഷ്യന്മാരുടെ ആരോഗ്യം നശിക്കുന്നില്ല ബ്രദറെ? പിന്നെ എന്തിനു ബ്രദർ ചിക്കന്റെ മന്തി കഴിക്കാൻ നോക്കിയെങ്കിൽ ഈ കാലത്ത് പച്ചവെള്ളം കുടിക്കാൻ കഴിയാം. എല്ലാം കെമിക്കൽ തന്നെ, കെമിക്കൽ ഒത്തോ എല്ലാം ഉള്ളത്. അപ്പൊ ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം വേണ്ടേ ബ്രദറെ? അതിനെന്താക്കണ്ടേ ബ്രദറെ? അതിനിപ്പോ ഞാനിപ്പോ എന്താക്കേണ്ടത്? നിങ്ങൾക്ക് ഇത് പരിഹാരം കണ്ടെത്തേ ഇനിയിപ്പോ. അപ്പൊ ബ്രദർ ഒരു ബ്യൂട്ടിഫുൾ സ്മൈൽ ഇട്ടു ബ്രദറെ. ഇതിനാട്ടിപ്പുറത്ത് ഞാനുണ്ട്.